നമസ്കാരം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ കുറച്ച് നേതാക്കന്മാർ ഡൽഹിയിൽ ഒത്തുകൂടി കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം നടത്തിയത്. കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നു, മുറുക്കുന്നു എന്നൊക്കെ ആരോപിച്ചായിരുന്നു പ്രതിഷേധം. അതുമായി കൂട്ടി വായിക്കാവുന്ന കേരളത്തിന് കേന്ദ്രത്തിൽ നിന്നും കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഉദാഹരണമാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഇത് ഒരു പ്രത്യേക രാഷ്ട്രീയത്തെ ഉയർത്തിക്കാട്ടാനോ താഴ്ത്തിക്കാട്ടാനോ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. പക്ഷെ ചില സത്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ്. കമ്പ്യൂട്ടറിനെയും മൊബൈലിനെയും ട്രാക്ടറിനെയും എല്ലാം എതിർത്ത് സമരം ചെയ്ത ചരിത്രമാണ് നമുക്കുള്ളത്. അതെല്ലാം തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു. കാലം മാറിയപ്പോൾ അതിനെയെല്ലാം സമരം ചെയ്തവർ തന്നെ ഏറ്റെടുത്ത ചരിത്രവും നമ്മുടേതാണ്. കേരളത്തിലെ കർഷകർക്ക് വളരെയധികം ഗുണകരമായേക്കാവുന്ന ഒരു പദ്ധതിയെ നമ്മുടെ സംവിധാനങ്ങൾ ചെറുത്തു തോൽപ്പിച്ചത് എങ്ങനെയാണ് എന്ന് തുറന്നു കാണിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തിൻ്റെ ഓൺലൈൻ പേജിൽ വന്ന ഒരു ലേഖനത്തിൽ പറയുന്ന ചില സത്യങ്ങളാണിത്. പറഞ്ഞു വരുന്നത്, കേന്ദ്ര സർക്കാരിൻ്റെ 50% സബ്സിഡിയും സംസ്ഥാന സർക്കാരിൻ്റെ 40% സബ്സിഡിയും ചേർത്ത് 90% സബ്സിഡി ലഭിക്കുന്ന തുള്ളിനന പദ്ധതി അഥവാ ഡ്രിപ്പ് ഇറിഗേഷൻ പദ്ധതിയെക്കുറിച്ചാണ്. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മെല്ലെപ്പോക്ക് നിലപാട് കാരണം പദ്ധതി ഇപ്പോൾ നിലച്ച മട്ടാണ്. ഇസ്രായേലിൽ പരീക്ഷിച്ച് വിജയിച്ച ഡ്രിപ്പ് ഇറിഗേഷൻ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര കൃഷി മന്ത്രാലയം ഈ പദ്ധതി ഭാരതത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ഒരു ചെടിക്ക് വേണ്ട വെള്ളത്തിൻ്റെ അളവ് കൃത്യമായി നിർണയിച്ച് അത്രയും വെള്ളം മാത്രം തുള്ളിയായി കൃത്യമായ ഇടവേളകളിൽ ചെടിയുടെ ചുവട്ടിൽ നൽകുന്ന രീതിയാണ് തുള്ളിനന. 2000-ൽ മാതൃകാ പദ്ധതിയായി നടപ്പിലാക്കിയത് കാർഷിക മേഖലയായ പാലക്കാടായിരുന്നു. അന്നും കർഷക തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുമെന്ന പ്രചരണങ്ങൾ ഉണ്ടായി, രാഷ്ട്രീയ എതിർപ്പുകൾ ഉണ്ടായി. അതും പദ്ധതിയുടെ സ്തംഭനത്തിന് കാരണമായി. കാലാവസ്ഥാ വ്യതിയാനം ഇന്ത്യയിൽ ഭൂഗർഭജലത്തിന്റെ ലഭ്യത കുറച്ചതോടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത അറിയിക്കണമെന്ന് ഓരോ സംസ്ഥാനത്തോടും കേന്ദ്ര കൃഷി മന്ത്രാലയം ആവശ്യപ്പെടുകയായിരുന്നു. സംസ്ഥാനത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളത്തിനും കേന്ദ്ര കൃഷി മന്ത്രാലയം കത്തയച്ചിരുന്നു. തമിഴ്നാട്, ആന്ധ്ര, കർണാടക തുടങ്ങിയ നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ അവരവരുടെ നിലപാടുകൾ വ്യക്തമാക്കുകയും അവർക്ക് 50% സബ്സിഡി ഉറപ്പാക്കുകയും ചെയ്തു. എന്നാൽ കേരളം മാത്രം മറുപടി കൊടുക്കാത്തതിനാൽ ഏറ്റവും കുറവ് ആനുകൂല്യം കിട്ടുന്ന കാറ്റഗറിയിൽ പെടുകയായിരുന്നു. തമിഴ്നാടും കർണാടകയും ആന്ധ്രയുമെല്ലാം ഉയർന്ന കാറ്റഗറിയിൽ ഇടം പിടിക്കുകയും ഉണ്ടായി. കേരളത്തിലാകട്ടെ തുള്ളിനന പദ്ധതിയുടെ നടത്തിപ്പ് ജില്ലാതലത്തിൽ സ്വകാര്യ ഏജൻസികളെയാണ് ഏൽപ്പിച്ചത്. അത് പതിവാണല്ലോ. കൃത്യമായ ഫണ്ട് കിട്ടാതെ വന്നതോടെ ആ ഏജൻസികൾ തലയൂരി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് GST തുകയുടെ പേരിൽ തർക്കവുമായി. അതോടെ ആവശ്യമായ ഉപകരണങ്ങൾ കയ്യിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങിക്കാൻ കർഷകരെ ഉപദേശിക്കുകയായിരുന്നു. 80% ഏജൻസികളും പദ്ധതിയിൽ നിന്ന് പിന്മാറുകയും സംസ്ഥാനത്ത് നിന്ന് കിട്ടുന്ന 40% സബ്സിഡി പോലും കിട്ടാതെ വന്നതോടെ കർഷകരും പദ്ധതിയോട് മുഖം തിരിക്കാൻ തുടങ്ങി. അങ്ങനെ ആ കാർഷിക പദ്ധതി ഒരു വഴിപാടായി മാറുകയായിരുന്നു. കേന്ദ്രത്തിന്റെ 50% സബ്സിഡി പാഴാക്കാതെ കൃത്യമായി വിജയകരമായി നടപ്പിലാക്കിയിരുന്നെങ്കിൽ കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും കർഷകരെ ശാക്തീകരിക്കാനും കഴിയുമായിരുന്ന പദ്ധതിയാണ് നമ്മുടെ സംവിധാനങ്ങൾ ഉണക്കിക്കളഞ്ഞത്. ഇവരൊക്കെയാണ് കേന്ദ്രം തന്നില്ല എന്ന് പറഞ്ഞ് സമരത്തിനിറങ്ങുന്നത് എന്ന് നാം തിരിച്ചറിയണം.